കോടതി വിധി പോലും പുല്ലുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് ADGP MR അജിത് കുമാർ CCTVകളെല്ലാം വെട്ടിച്ച് ട്രാക്ടറിൽ ശബരിമല യാത്ര. പക്ഷേ അവിടെ ഇരുന്ന് അയ്യപ്പന് 8ന്റെ പണി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോ MR അജിത് കുമാറിന്റെ അവസ്ഥ എന്താകുമെന്ന് പിണറായിക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണ് MR അജിത് കുമാറിന്? മല കയറ്റമാണോ ഇറക്കമാണോ? ശബരിമല പോയിട്ടുണ്ടോ? 3 തവണ പോയിട്ടുണ്ട്. പണ്ടല്ലേ? പണ്ട്. അതായത് ഇവർക്കെല്ലാം ശബരിമലയിൽ പോകണം, പക്ഷെ നടക്കാൻ വയ്യ. അതിനല്ലേ ശബരിമല പോകുന്നത് തന്നെ, കല്ലും മുള്ളും ചവിട്ടി കാനനവാസനെ കാണാൻ പോണം, അതല്ലേ? അയ്യപ്പൻ പണ്ട് കാലത്ത് ഞാൻ ഇവരുടെയൊക്കെ ശല്യം ഒഴിവാക്കിയിട്ട് ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഇവിടെ ഇരുന്നോട്ടെ, ഈ കാട്ടിലെങ്കിലും മനസ്സമാനത്തോടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അയ്യപ്പൻ ആ കാട്ടിൽ പോയിരുന്നത്. അവിടെയും സമാധാനം കൊടുക്കാത്ത കുറേ ആളുകൾ, കുറേ വെട്ടാവളിയന്മാർ, ഇവര് അവിടെയും സമാധാനം കൊടുക്കൂല, അവിടെയും കച്ചവടം അത് ഇത് സമാധാനം കൊടുക്കാണ്ട് കുറെ ആളുകൾ അവിടെ. അതിലൊരു വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ADGP MR അജിത് കുമാർ. അങ്ങനെയൊക്കെ ശബരിമല പോകണം, അയ്യപ്പനെ കാണണം, തൊഴുത് അനുഗ്രഹം ഒക്കെ മേടിക്കണം, തിരിച്ചു വരണം. ഇപ്പം അജിത് കുമാർ ഭക്തിമാർഗത്തിലാണ്. ഇതിനിടക്ക് കൊട്ടിയൂര് പോയി, അപ്പോഴേക്കും DGP വേറെ ആളായി, അവിടെ നടന്നില്ല, അവിടെ ഫലിച്ചില്ല. ഇനി അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് നീ എന്താണോ പറയാൻ പോണത്, അയ്യപ്പന് എന്നെ ചിലപ്പോൾ നീ ഒരു എന്ത് പറയാനാണ് ലെവലിലായിരിക്കുന്നത്. വിഷയത്തിലേക്ക് വരാം. അതായത് ശബരിമല എന്ന് പറയുന്നത് ഒരു വനത്തിന് നടുവിലാണ്. അവിടെ കെട്ടിടം നിർമ്മിക്കുന്നത്, റോഡ് നിർമ്മിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക്, നിർമ്മാണ പ്രവർത്തികൾക്ക്, വാഹനങ്ങൾക്ക് എല്ലാം നിയന്ത്രണമുള്ളൊരു സ്ഥലമാണ്. വനത്തിനകത്ത് ഈ വക പരിപാടികളൊന്നും അനുവദനീയമല്ല. അതുകൊണ്ടാണ് ശബരിമലയിൽ ഈ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഒരുപാട് ലോഡ്ജുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ശബരിമലയിൽ ചുരുക്കം ചില കെട്ടിടങ്ങൾ, ദേവസ്വം ഗസ്റ്റ് ഹൗസുകൾ, അതുപോലുള്ള ഗസ്റ്റ് ഹൗസുകൾ മാത്രമേ ഉള്ളൂ അവിടെ. നമ്മൾ മറ്റ് ഗുരുവായൂരോ അങ്ങനെയുള്ള അമ്പലങ്ങളിൽ കാണുന്നത് പോലെ ലോഡ്ജ് കെട്ടിയിട്ട് ആൾക്കാരൊക്കെ താമസിപ്പിച്ചിട്ട് പൈസ വാങ്ങിക്കുന്ന ആ ഏർപ്പാട് ശബരിമലയിൽ നടക്കില്ല. കാരണം സംരക്ഷിത വനമാണ്, നിരവധി മൃഗങ്ങളുള്ളതാണ്. അപ്പം അവിടെ പുതിയ നിർമ്മാണ പ്രവർത്തികൾക്ക് സാധ്യതയില്ല. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു സ്ഥലമാണ് ശബരിമല. അവിടെ ആദ്യഘട്ടങ്ങളിൽ ആൾക്കാർ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയുണ്ട്. അതിന് സമാന്തരമായിട്ട്, അതായത് ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ച ഘട്ടത്തിൽ ശബരിമലയിലേക്ക് ആളുകൾക്ക് ഈ എന്താ പറയുക സാധനങ്ങൾ കൊണ്ട്, അതായത് അവിടെ കുറേ കടകളുണ്ട്, പിന്നെ അന്നദാനമുണ്ട്, മറ്റ് കെട്ടിടങ്ങൾ പണിയുന്ന സമയത്ത് ഇതിനൊക്കെ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. ഈ ട്രാക്ടറിന് പോകാൻ വേണ്ടി മാത്രം ഒരു വഴി നിർമ്മിച്ചിട്ടുണ്ട്, സ്വാമി അയ്യപ്പൻ റോഡ് എന്നാണ് പറയണത്. ആ വഴി പ്രധാനമായിട്ടും വലിയ തിരക്കുള്ള സമയങ്ങളിൽ ആൾക്കാർക്ക് മലയിൽ നിന്നും തിരിച്ചിറങ്ങാനുള്ള വഴി കൂടിയാണ്. അപ്പോൾ ആ ഒരു തിരക്കുള്ള സമയങ്ങളിൽ ട്രാക്ടർക്ക് നിരോധനമാണ്. ട്രാക്ടർ ആ സമയത്ത് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. രാവിലെ അല്ലെങ്കിൽ ഇത്ര മണിക്ക് ശേഷം മാത്രമേ ഈ ട്രാക്ടറുകൾക്ക് മുകളിലേക്കും താഴേക്കും പോകാൻ പറ്റുള്ളൂ. ഈ സമയത്താണ് ഈ പറയുന്ന അന്നദാനത്തിനുള്ള അരി, അല്ലെങ്കിൽ കടകളിലേക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ മുകളിൽ നിന്നുള്ള കൊപ്ര തിരിച്ചു കൊണ്ടുപോകുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ട്രാക്ടർ ഉപയോഗിക്കുക. 100-ലധികം ട്രാക്ടറുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ട്രാക്ടറിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് ട്രാക്ടറിലേക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ ഞാൻ അവിടെ ഒരുപാട് വർഷക്കാലം ശബരിമല ഡ്യൂട്ടി ചെയ്ത സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ പോലീസിനൊരു ട്രാക്ടറുണ്ട് അവിടെ. പോലീസിൻ്റെ ട്രാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടിയുള്ള സമയങ്ങളിൽ കുറേ ആളുകൾ ഡ്യൂട്ടിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ പോലീസിന് മെസ്സ് ഉണ്ട് അവിടെ. പോലീസ് മെസ്സിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി, പിന്നെ ഈ പോലീസുകാരുടെ ബാഗ് സാധനങ്ങൾ, അവരുടെ ലാത്തി, അത് ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ട്രാക്ടർ. ഇവിടെ MR അജിത് കുമാർ ചെയ്തത് എന്താണ്? ട്രാക്ടർ ദുരുപയോഗം ചെയ്തു. എന്താണ് ട്രാക്ടർ ദുരുപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 12 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുറേ വർഷങ്ങളായിട്ട് ഡോളി സർവീസ് ഉണ്ട്. ഡോളി സർവീസ് താഴെ നിന്ന് ആൾക്കാരെ ചുമന്ന് നടക്കാൻ വയ്യാത്ത ആളുകളെ, അയ്യപ്പനെ കാണാൻ അവസാന ആഗ്രഹം എന്ന് പറഞ്ഞ പോലെയൊക്കെ വരുന്ന ആളുകളെ അവർ അയ്യപ്പനെ കാണാൻ വേണ്ടി മുകളിലേക്കും താഴേക്കും ഒക്കെ 4000-5000 രൂപയും കണ്ട് വൺ സൈഡ് അവർ വാങ്ങിക്കുന്നത്. അപ്പം അത് പക്ഷേ നമ്മൾ 4000-5000 വലിയ തുകയാണെന്ന് നമ്മൾ കരുതും. പക്ഷെ 4 പേരാണ്, 4 പേർക്കും കൂടെയാണ് ഈ തുക. അതിനകത്തുനിന്ന് ഒരു കമ്മീഷൻ ദേവസ്വം ബോർഡും വാങ്ങിക്കും. എന്നിട്ട് ബാക്കിയുള്ള തുകയാണ് ഇവർക്ക് കിട്ടുക. നമ്മളത് ചിന്തിക്കണം. പിന്നെ അവരുടെ കഷ്ടപ്പാട്, ചിലപ്പോൾ ഒരു 100-130 കിലോയുള്ള ആളൊക്കെ ആയിരിക്കും. ഇത് ഇവന്മാരെ ചുമന്ന് കൊണ്ടുവന്നാൽ നമുക്ക് സങ്കടം തോന്നും. അപ്പം നമ്മളെ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്തിനിടെ ഇങ്ങോട്ട് വന്ന് ഇവരെ ശല്യം ചെയ്യാൻ വെച്ചിട്ട്, പക്ഷെ അവർ കൊണ്ടുപോകുന്ന നമ്മൾ ഞെട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അവർ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയാണ്, ഡോളി സർവീസർ. അതായത്
ട്രാക്ടറുകൾ ആളുകളെ കൊണ്ടുപോകാൻ തുടങ്ങി, ഞങ്ങളുടെ വരുമാനത്തെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. ഹൈക്കോടതി പരിശോധിച്ച് നോക്കുമ്പോൾ ശരിയാണ്. ട്രാക്ടറുകൾ അവിടെ സർവീസ് നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവും. ട്രാക്ടറുകൾ ഇതുപോലെ ആളുകളെ കൊണ്ടുപോയിട്ട് പണം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ്. ട്രാക്ടർ ഒരു യാത്രാവാഹനമല്ല. ഈ യാത്രാവാഹനം അല്ലാത്തിടത്തോളം കാരണം ട്രാക്ടർ ഇവിടെ നിന്നും ആളുകളെ മുകളിലേക്ക് കൊണ്ടുപോകാനോ തിരിച്ച് താഴേക്ക് കൊണ്ടുവരാനോ പറ്റില്ല. ഹൈക്കോടതി ഉത്തരവാണ്. ഈ ഉത്തരവാണ് ഇപ്പോൾ എം ആർ അജിത് കുമാർ ലംഘിച്ചിരിക്കുന്നത്. എം ആർ അജിത് കുമാർ വളരെ തന്ത്രപരമായിട്ട് അതായത് പമ്പയിൽ നിന്ന് നമ്മൾ ശബരിമലയിലേക്ക് കയറുമ്പം വഴി രണ്ടാവും. ഒന്ന് ഞാൻ ഈ പറഞ്ഞ സ്വാമി അയ്യപ്പ റോഡും മറ്റൊന്ന് ആൾക്കാർ നടന്ന് കയറിപ്പോകുന്ന സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു കല്ലും മുള്ളൊക്കെ നീ പറഞ്ഞതുപോലുള്ള ഒരു വഴിയും. ഈ രണ്ട് സ്വാമി അയ്യപ്പ റോഡ് തിരിച്ചിറങ്ങുന്ന ട്രാക്ടർ യാത്ര ചെയ്യുന്ന ആ വഴിയിലൂടെ എം ആർ അജിത് കുമാർ കയറുന്നു. ആദ്യത്തെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ CCTV കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ദൂരം അങ്ങ് മുകളിലെത്തുന്ന അവിടത്തേക്ക് പോലീസിൻ്റെ ട്രാക്ടർ വരുന്നു. എം ആർ അജിത് കുമാർ അതിനകത്ത് കയറുന്നു. ഈ ട്രാക്ടർ മുകളിൽ പോകുന്നു. മുകളിൽ സന്നിധാനം എത്തുന്നതിന് മുമ്പായിട്ട് ഒരു U-turn എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ മുതൽ അങ്ങ് നടപ്പന്തൽ ഉൾപ്പെടെ സന്നിധാനം എല്ലാം CCTV കവറേജ് ഉള്ളതാണ്. അതിന് മുൻപേ എം ആർ അജിത് കുമാർ ഇറങ്ങുന്നു. എന്നിട്ട് മറ്റേ അനുയായികളുമായിട്ട് നടന്നു പോകുന്നു, തൊഴുതു വരുന്നു. അജിത് കുമാർ വിചാരിച്ചു സംഗതി ഗംഭീരം, അയ്യപ്പൻ അനുഗ്രഹിച്ച് വിട്ടു, എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഏതോ ഒരു ബിരുദനെടുത്ത് ഒരു ഫോട്ടോ ഒരു ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുന്നത്. ദേവസ്വം കമ്മീഷണർ നോക്കിയപ്പോൾ ശരി പാണിവാളി. ഈ ഫോട്ടോ ഹൈക്കോടതി വരെ എത്തി. ഹൈക്കോടതി എത്തിയപ്പോഴാണ് ഇപ്പൊ എനിക്ക് എം ആർ അജിത് കുമാർ ഇതിന് ഉത്തരം പറയണം, DGP ഉൾപ്പെടെ ഇതിന് ഉത്തരം പറയണം. അതുകൊണ്ട് ഹൈക്കോടതി ഇടയ്ക്ക് ഉത്തരവിനെ തെറ്റിച്ചതല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് എം ആർ അജിത് കുമാറിന്റെ ഭാവി എന്തായിരിക്കും? എം ആർ അജിത് കുമാർ പോയിട്ട് ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ നിൽക്കേണ്ടി വരും ഹൈക്കോടതിയിൽ വായിരിക്കുന്നൊക്കെ കേട്ടിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംവിധാനം എം ആർ അജിത് കുമാറിനെന്നല്ല ആർക്കും ഉപയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു എന്നൊരു സാധനമാണ് എം ആർ അജിത് കുമാറിന്റെ തലയിരിക്കുന്നത്. ഇപ്പോൾ അജിത് കുമാർ ഇനി കൊട്ടിയൂർ പോയാലും അയ്യപ്പനെ തൊഴാൻ പോയാലും പത്മനാഭനെ തൊഴാൻ പോയി കഴിഞ്ഞാലും ഒക്കെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ അത് കിട്ടാനുള്ളത് എങ്ങനെയായാലും കിട്ടും എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ശബരിമലയിൽ ഇനി പുതിയ സംവിധാനങ്ങൾ, റോപ്പ് വേ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടുതൽ ദേവസ്വം ബോർഡിന് സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ അവർ പട്ടിണിയും പരിവേശമൊക്കെ ആയിട്ട് നിൽക്കുന്ന ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ അവർക്ക് അരി വാങ്ങിക്കാനുള്ള കാശുണ്ടാക്കണം. ആർത്തി എന്ന് നമ്മൾ കണക്കാക്കേണ്ട. ഒരു പരിധിവരെ അവിടെ തിരക്ക് കൂടുന്ന സമയങ്ങളിൽ അപകടങ്ങളില്ലാതെ ആളുകൾക്ക് കാരണം പ്രായമായാലല്ലേ നമുക്ക് പെണ്ണുങ്ങൾക്ക് ശബരിമല കയറാൻ പറ്റും ഒരുക്കുന്നതാണ്. അപ്പം അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ വരുമാനമാണ്. അതെ ഞാൻ പറയണത് ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു പരിപാടി തുടങ്ങുകയാണെങ്കിൽ വല്ല അംബാനിയോ അദാനിയോ ഒക്കെ സമീപിച്ചിട്ട് അത് നടപ്പിലാക്കാനുള്ള റൺ ചെയ്യാനുള്ള ഒരു തുക അവരിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ ആളുകൾക്ക് ഫ്രീ ആയിട്ടൊരു സർവീസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഒരു ഫ്രീ സർവീസ് മറ്റേ അദാനിയോ അംബാനിയെ സംബന്ധിച്ചിടത്തോളം അവർ അയ്യപ്പന് കൊടുക്കുന്ന ഒരു നേർച്ചയായിട്ട് അതങ്ങ് കണക്കാക്കുകയും ചെയ്യാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ ദേവസ്വം ബോർഡിനെ അതിനകത്ത് വരുമാനമൊന്നും വേറെ കൂടുതലായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഇനി മറ്റേ ഈ ഉത്സവ സീസണുകളിൽ, അതായത് ഓണം ക്രിസ്മസ് കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സുകൾക്ക് ഇരട്ടി തുക തോന്നിയ പൈസ. അതുപോലെ ഇവരും ഇനി ഈ റോപ്പ് വേയും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സീസൺ സമയത്ത് തോന്നിയ പോലെ പൈസ വാങ്ങിക്കാനുള്ള ഇടപാടാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അജിത് കുമാർ വെട്ടു. അത്രേ ഉള്ളൂ.